ഉം. അതെ, നമുക്കിന്ന് ഈസി ആയിട്ട് ഒരു ബീഫ് കറിയുടെ റെസിപ്പി നോക്കിയാലോ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് കറി. പെട്ടെന്ന് നോക്കാം. വെച്ച് ഈ ബെൽ ബട്ടൺ ഞെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരു 5 രൂപ പോലും വേണ്ടല്ലോ. ആ കൈ അങ്ങ് എടുത്തിട്ട് ആ ബട്ടണിലോട്ട് അങ്ങ് നിൽക്കിയാ പോരെ. എന്തിനാ ഈ താമസം കാണിക്കുന്നത്? വ്യൂ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ ആ കൈ അങ്ങ് ഉയർത്തിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടണിലോട്ട് അങ്ങ് ഞെക്കിക്ക്. എന്നിട്ട് കണ്ടാ മതി. ചുമ്മാ പറഞ്ഞ ഈ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന സകലമാന സാധനങ്ങളും കൂടെ ഒരുമിച്ചാണ് ഗൈസ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇതിത്ര അതിത്ര അങ്ങനെയൊന്നുമില്ല. ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സബോള എന്ന് പറയുന്ന സാധനം ഇതിന്റെ പരിസരത്തൂടെ പോലും കൊണ്ടുവരരുത്. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങൾ ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് ഞാൻ പറഞ്ഞു പോകാം. വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, കൊച്ചുള്ളി വേണം, കറിവേപ്പില വേണം, തക്കാളി, പച്ചമുളക്, ഇത് നമ്മുടെ ജമ്മന്റെ കടയിൽ നിന്ന് മേടിച്ച ബീഫ്, മസാലപ്പൊടികളും ഏതൊക്കെയാന്നുള്ളത് ഇടുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടെ പറയുന്നതായിരിക്കും. ജമ്മ, ബീഫ് കൊണ്ട് തന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു 1.5 കിലോ അടുത്ത് ബീഫ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഉള്ളത് മൊത്തത്തില് ഒരു കുക്കറിലോട്ട് അങ്ങ് തട്ടുക. ഇനി ഇടേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, ഇതെല്ലാം കൂടെ, കൊച്ചുള്ളി, ഇതെല്ലാം കൂടെ കുക്കറിനകത്തോട്ട് മൊത്തത്തിൽ അങ്ങ് എടുത്ത് ചാർത്തുക. പെട്ടെന്നാട്ടെ. കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളിയും പച്ചമുളകും, അതും കൂടെ ഇങ്ങെടുത്തിട്ട് വരിക. ഒരു മടിയും കൂടണ്ട, അതവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ആ മുഴുവൻ സാധനം, തക്കാളിയും പച്ചമുളകും ഈ കുക്കറിനകത്തോട്ട് അങ്ങ് തട്ടുക. അവരുമായല്ലോ. ഇനി ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെ മസാലക്കൂട്ടാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി വേണം, മഞ്ഞപ്പൊടി വേണം, കുരുമുളക് പൊടി വേണം, ഗരം മസാലപ്പൊടി വേണം, പെരുജീരകത്തിന്റെ പൊടി വേണം, കാശ്മീരി ചില്ലി പൗഡർ വേണം. അതും നമ്മൾ നമ്മുടെ കുക്കറിനകത്തോട്ട് ഇടുക. ഇനി നമുക്ക് വേണ്ടത് തനി നാടൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണം. ഓക്കെ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് പാരഷൂട്ടിന്റെ എണ്ണയാണ്. അപ്പം കുറച്ചധികം എണ്ണ അതിലോട്ട് ഒഴിച്ചോളാം. വലിയ എമൗണ്ട് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ച് അധ്വാനമുള്ള ജോലിയാണ് കേട്ടോ. കൈ നന്നായിട്ട് പോയി വാഷ് ചെയ്തിട്ട് നല്ല അധ്വാനിച്ച് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യുക. ഒരു സാധനം ഞാൻ ഇടാൻ മറന്നുപോയി ഗൈസ്, മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഉപ്പ്. ആ ഉപ്പും കൂടെ ചേർത്തിട്ട് മസില് പിടിച്ച് നന്നായിട്ട് ഇറക്കിക്കോ. നമ്മുടെ ബീഫിനെക്കാളും മസില് പിടിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. തവിയൊന്നും ഉപയോഗിച്ചത് കുളമാക്കാൻ നിൽക്കരുത് ഗൈസ്. നിങ്ങൾ കൈ കൊണ്ട് തന്നെ അതിൽ മുഴുവനും തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതിവിടെ നമുക്ക് തീർക്കാവുന്നതാണ് ഗൈസ്. അവരാണെന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങ് മസാജ് ചെയ്തങ്ങ് വിട്ടേരെ. ഒരു കാലത്ത് പോലും എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ. എനിവേസ്, അപ്പൊ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞല്ലോ. മസാജ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബീഫ് കുട്ടൻ ഇവിടെ റെഡി ആയിട്ടിരിക്കാറായി ഗൈസ്. ഏകദേശം ഈ ഒരു കളർ കൺസിസ്റ്റൻസിയിലൊക്കെ വരും നമ്മുടെ ബീഫ് കുട്ടൻ. ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ഒരു ഇച്ചിരി മതി. ഇതിനകത്ത് ഹാർഡ്ലി ഒരു 1/4 ഗ്ലാസ് പോലും ഉണ്ടാവില്ല. അത്രയും വെള്ളവും കൂടി ഒഴിച്ച്, ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് കൈയിട്ട് ഇളക്കണ്ട, സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ കുക്കറിന്റെ ലിഡ് എടുത്തിട്ട് അതങ്ങ് ക്ലോസ് ചെയ്ത് അങ്ങ് മാറ്റി വെക്കുക. ഇനി കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ, ആ കുക്കർ അങ്ങ് മാറ്റിക്കോ. എന്നിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസിന്റെ മണ്ടയിലോട്ട് ഇതെടുത്ത് അങ്ങ് വെക്കുക. അതും കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വേവിക്കേണ്ടതുണ്ട്. ചെറു തീയിൽ ഒരു 3 വിസിലും വലിയ തീയിൽ ഒരു 4-5 വിസിലും കൂടെ വരുന്നിടം വരെ നന്നായിട്ട് അങ്ങ് വേവിക്കുക. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേഗട്ടെ, ബീഫ് വേഗട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് അതിന്റെ നമ്മൾ ആ വിസിലുണ്ടല്ലോ, മേളിൽ വെക്കണ സാധനം, അത് ഊരി മാറ്റിയിട്ട് തുറക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അത് മുഴുവൻ പൊട്ടിത്തെറിച്ച് നമ്മുടെ മുഖം ബീഫ് വെന്ത അവസ്ഥയിലിരിക്കും. അപ്പൊ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, പയ്യെ നമുക്ക് ആ കുക്കറിന്റെ ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. ഇതിന്റെ മണമുണ്ടല്ലോ ഗൈസ്, ഓപ്പൺ ചെയ്തപ്പം അങ്ങ് കോട്ടയത്ത് ഇരിക്കുന്ന എന്റെ ആങ്ങളമാർക്ക് വരെ കിട്ടി ഗൈസ്. അത്രയ്ക്ക് അടിപൊളി സ്മെല്ലാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണെന്ന് ഞാൻ ഊന്നി പറയുകയാണ് ഗൈസ്. എന്റെ ബീഫ് കുടുകൂടാന്ന് തിളയ്ക്കുന്ന കണ്ടോ ഗൈസ്. ആ ബീഫ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. അതുകൊണ്ട് കൈ നിറച്ച് തേങ്ങാക്കൊത്ത് അങ്ങിട്ടോ.
ഒന്നും നോക്കണ്ട, നോ കോംപ്രമൈസ് അറ്റ് ഓൾ. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് എടുക്കുക. അതും കൂടെ കഴിഞ്ഞാലുണ്ടല്ലോ ആ പരിപാടി നിങ്ങൾക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ ബീഫ് കറി അടിപൊളിയായിട്ട് സൂപ്പർ ടേസ്റ്റും സൂപ്പർ യമ്മിയും നല്ല സ്പൈസും എല്ലാമായിട്ട് റെഡിയായി നമ്മുടെ കെട്ടിയോമാർക്കോ അപ്പനോ ആർക്ക് വേണേലും വിളമ്പാൻ റെഡിയായിട്ട് നമുക്ക് തയ്യാറായി കിട്ടിയിരിക്കുന്നു ഗൈസ്. ആ വരുന്ന കൈ ജിഷ ചേച്ചിയുടെ അപ്പീലും കൂടെ ഉണ്ടെങ്കിൽ ഇനി ഒന്നും പറയണ്ട. പുള്ളിക്കാരി ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കുക്കാണ് ഗൈസ്. അപ്പൊ പുള്ളിക്കാരി പറയുവാണ് ഇതില് ഒന്നും ചേർക്കാനില്ല അമ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാൻ ആരോടെങ്കിലും നാട്ടിൽ ചെന്നിട്ട് ബീഫ് ഉണ്ടാക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിഷ ചേച്ചിയുടെ പേര് പറയും. ഇല്ലെങ്കിൽ നിങ്ങൾ കോട്ടയത്ത് ഒന്ന് അന്വേഷിച്ചു നോക്ക്. അപ്പൊ നമ്മുടെ ബീഫ് റെഡി ആയിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ട് ഒന്ന് നോക്കാം. അപ്പൊ ഞങ്ങൾ കോട്ടയംകാരുടെ ഈസി പീസി ബീഫ് കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ആ സബ്സ്ക്രൈബ് ബട്ടനൂടെ നിങ്ങൾക്കാൻ മറക്കണ്ട. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.